ഹായ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ. ഏതാ ഫസ്റ്റ് ചാപ്റ്റർ? റേഷ്യോ, പ്രൊപ്പോർഷൻ, ഇൻഡിസസ് ആൻഡ് ലോഗരിതം അല്ലേ? അതിനകത്ത് എക്സസൈസ് ബി ഉണ്ട്. ഓൾറെഡി എക്സസൈസ് ചെയ്യാൻ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്, വേണ്ടവർക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, എക്സസൈസ് ബി ഉണ്ട്. ഓക്കെ, അഥവാ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രൊപ്പോർഷനുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം ആണല്ലോ. സോ അതിനകത്ത് വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യാം. വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ്. ഓക്കെ, ചെക്ക് ചെയ്യാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോർത്ത് പ്രൊപ്പോർഷൻ ടു 4, 6, 8. സോ ഓൾറെഡി നമുക്ക് അവിടെ 4ഉം 6ഉം 8ഉം തന്നിട്ടുണ്ട്. അപ്പൊ ആരൊക്കെ 4ഉം 6ഉം 8ഉം? ഫസ്റ്റ് പ്രൊപ്പോർഷൻ, സെക്കൻഡ് പ്രൊപ്പോർഷൻ ആൻഡ് തേർഡ് പ്രൊപ്പോർഷൻ. അപ്പോൾ ഓൾറെഡി അവർ നമുക്ക് 3 പ്രൊപ്പോർഷൻസ് തന്നിട്ട് ഫോർത്ത് പ്രൊപ്പോർഷൻ കാണാൻ പറഞ്ഞു അല്ലേ. സോ നമുക്കറിയാം A:B = C:D. ഇതാണ് ഒരു പ്രൊപ്പോർഷന്റെ ജനറൽ ഫോർമാറ്റ്. അപ്പൊ ഈ നാലാമത്തെ പ്രൊപ്പോർഷൻ, അതായത് ഡി ആണ് ഇവിടെ മിസ്സായി കിടക്കുന്നത്. അതേ ഫോർമാറ്റിൽ എഴുതുക. 4:6 = 8:-. മനസ്സിലായില്ലേ? ആ നാലാമത്തെ ആള്, ദാറ്റ് ഇസ് ദ ഫോർത്ത് പ്രൊപ്പോർഷൻ, അതാണ് മിസ്സായി കിടക്കുന്നത്. തൽക്കാലം നമുക്ക് അവിടെ എക്സ് എന്ന് കൊടുക്കാം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, പ്രൊപ്പോർഷന്റെ കേസിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂൾ എന്ന് പറയുന്നത് ക്രോസ് പ്രൊഡക്റ്റ് റൂൾ ആണ്. ഏത് ടേം മിസ്സിംഗ് ആണെങ്കിലും നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് റൂൾ വെച്ച് ചെയ്യാൻ പറ്റും. എന്താ ക്രോസ് പ്രൊഡക്റ്റ് റൂൾ പറയുന്നത്? ഇതിന്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത്, ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ്. ഇതിന്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത്, ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് മീൻസ്. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് extremes = product of means. ഇതാണ് ക്രോസ് പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. പ്രൊപ്പോർഷന്റെ കേസിൽ എന്തായാലും കറക്റ്റ് ആയിരിക്കും. അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതൊരു പ്രൊപ്പോർഷൻ അല്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ആ പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് എടുക്കുന്ന സമയത്ത് എനിക്ക് എന്താ 4 × x, ദാറ്റ് ഈസ് 4x = പ്രൊഡക്റ്റ് ഓഫ് മീൻസ് എടുക്കുന്ന സമയത്ത് 6 × 8 വരും. അപ്പൊ എക്സ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 6 × 8 × 4 അങ്ങോട്ട് ചെല്ലുമ്പോൾ /4 അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടുക? x = 6 × 8 / 4 അല്ലെ. 8/4 to 6 × 2 12 കിട്ടും. ദാറ്റ് ഈസ് x = 12. ദ ഫോർത്ത് പ്രൊപ്പോർഷൻ ഓപ്ഷൻ എ 12 ആണ് അതിന്റെ ഫൈനൽ ആൻസർ വരുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഡയറക്ട്ലി കാൽക്കുലേറ്റർ ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റും. ഞാൻ സ്റ്റെപ്പ് കാണിച്ചു എന്നേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഡയറക്ട്ലി കാൽക്കുലേറ്റർ എടുത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെരി ഈസി അല്ലെ. സെക്കൻഡ് വൺ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നേരത്തെ തന്ന അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. തേർഡ് പ്രൊപ്പോർഷൻ ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇവിടെ രണ്ടാൾക്കാരെ തന്നിട്ടുണ്ട് അല്ലെ. 12 നമുക്ക് തന്നിട്ടുണ്ട്, 18 തന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രൊപ്പോർഷനകത്ത് നോർമലി 4 പ്രൊപ്പോർഷൻസ് വേണ്ടേ? അപ്പോഴല്ലേ നേരത്തെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 3 ആളെ തന്നിട്ട് 4ാമത്തെ ആളെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ 2 ആളെ തന്നിട്ട് 3ാമത്തെ ആളെ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ 4ാമത്തെ ആൾ ഇവിടെ പോയി, വിച്ച് മീൻസ് 4ാമത്തെ ആളില്ല. 4ാമത്തെ ആളില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതൊരു കണ്ടിന്യൂസ് പ്രൊപ്പോർഷൻ എന്നാണ്. മനസ്സിലായില്ലേ? 4ാമത്തെ ആളില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതൊരു കണ്ടിന്യൂസ് പ്രൊപ്പോർഷൻ എന്നാണ്. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പൊ എന്താ കണ്ടിന്യൂസ് പ്രൊപ്പോർഷന്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്? A:B = B:C. ഇതാണ് ഒരു കണ്ടിന്യൂസ് പ്രൊപ്പോർഷന്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ തന്ന 2 ആൾക്കാർ ആരായിരിക്കും? എയും ബിയും. സി ആണ് തേർഡ് പ്രൊപ്പോർഷൻ. അപ്പൊ ഞാൻ അതിന്റെ ഫോർമാറ്റിലോട്ട് മാറ്റുവാണ്. 12:18 = 18:-. വീണ്ടും ഞാൻ അവിടെ എക്സ് ഇട്ട് കൊടുത്തു. ആ എക്സ് ആണ് തേർഡ് പ്രൊപ്പോർഷൻ. കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെ? പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് = പ്രൊഡക്റ്റ് ഓഫ് മീൻസ്, ദാറ്റ് ഈസ് 12 × x. 12x = 18 × 18. അപ്പൊ നമുക്കിവിടെ 18 × 18 എന്ന് എഴുതാം. ഓക്കെ, എക്സ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 18 × 18 / 12 അല്ലെ. കാൽക്കുലേറ്റർ എടുക്കുക. 18 × ദാറ്റ് ഈസ് 18 × 18 / 12 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 27. x = 27. ഓപ്ഷൻ ബി ആൻസർ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ ആണോ? x = 27. ഓപ്ഷൻ ബി. വെരി ഈസി ആണല്ലോ. എന്നാൽ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ചുകൂടെ എളുപ്പമുള്ളതായിരിക്കും. ചെക്ക് ചെയ്യാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് മീൻ പ്രൊപ്പോർഷൻ കാണാനാണ് അല്ലെ. അതിനാദ്യം നമുക്ക് എന്തറിയണം? മീൻ പ്രൊപ്പോർഷന്റെ ഫോർമുല അറിയണം. കോൺസെപ്റ്റും കാര്യങ്ങളൊന്നും പറയാനുള്ള സമയം നമുക്ക് ഇതിനകത്തില്ല. സോ മീൻ പ്രൊപ്പോർഷൻ = B = √AC അല്ലെ. ഈ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ബി ആണ്. ഈ ബിനെയാണ് നമ്മൾ B = √AC മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോവാണ്. B = √AC. അപ്പൊ ഈ തന്നത് ആരാ? എയും സിയും. അപ്പൊ ഞാൻ എഴുതും 25 × 81 റൂട്ട് ഇട്ട് കൊടുക്കും അല്ലെ. കാൽക്കുലേറ്റർ എടുക്കുക. 25 × 81 ജസ്റ്റ് ഈക്വൽ ടു എടുക്കുക, റൂട്ട് ഇട്ട് കൊടുക്കുക. എനിക്ക് എത്ര കിട്ടുന്നത്? 45. സോ B = 45. ഇതാണ് മീൻ പ്രൊപ്പോർഷൻ. അതും കഴിഞ്ഞു. എക്സാമിന് ചോദിക്കും. ഓക്കെ, ചെറിയ ക്വസ്റ്റ്യൻ ആണ്, കുഞ്ഞു ക്വസ്റ്റ്യൻ അല്ലേ. ഇതൊക്കെ എക്സാമിന് ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇമ്പോർട്ടൻസ് കൊടുക്കുക. B = √AC. ഓക്കെ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേസ്.
അപ്പോൾ ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത കേസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ, ദ നമ്പർ വിച്ച് ഹാസ് ദ സെയിം റേഷ്യോ ടു 26. അപ്പോൾ ഏതോ ഒരു നമ്പറിൽ നിന്ന് 26ലോട്ടുള്ള റേഷ്യോ ദാറ്റ് 6 ഹാസ് ടു 13. 6ൽ നിന്നും 13ലോട്ടുള്ള റേഷ്യോക്ക് ഈക്വൽ ആയിരിക്കണം. അതായത് ഇപ്പോൾ സപ്പോസ് എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യ എടുത്തിന്, അതിൽ നിന്നും 26ലോട്ടുള്ള റേഷ്യോ എനിക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് ഏതോ ഒരു നമ്പറിൽ നിന്ന് 26ലോട്ടുള്ള റേഷ്യോ അത് ആർക്ക് ഈക്വൽ ആണ്? 6 ഹാസ് ടു 13. അതായത് 6:13 എന്ന് പറയുന്ന റേഷ്യോക്ക് ഈക്വൽ ആയിട്ട് ഇപ്പറയുള്ള റേഷ്യോ കിട്ടണം. ഓക്കെ ആണല്ലോ. 2-3 രീതിയിൽ ചെയ്യാൻ പറ്റും. എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടും റേഷ്യോസ് ആണല്ലോ. x:26ഉം 6:13ഉം ഈക്വൽ ആണെന്ന് നമ്മളോട് പറയുകയും ചെയ്തു. ഇത് നമ്പർ വിച്ച് ഹാസ് ദ സെയിം റേഷ്യോ ടു 26 that 6 has to 13. 6ൽ നിന്നും 13ലോട്ടുള്ള റേഷ്യോക്ക് ഈക്വൽ ആയിട്ടുള്ളതാണ് അതിനർത്ഥം. ഓക്കെ, അപ്പൊ ഇത് എന്തായിട്ട് മാറി? പ്രൊപ്പോർഷൻ ആയിട്ട് മാറി. ക്രോസ് പ്രൊഡക്റ്റ് കൂടെ അപ്ലൈ ചെയ്യും നമ്മൾ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 13 into x, that is product of extremes, equal to, ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് മീൻസ് 26 into 6 കിട്ടും. ഓക്കെ ആണല്ലോ. സോ x equal to 26 into 6 divided by 13. കാൽക്കുലേറ്റർ എടുക്കുക. 26 into 6 divided by 13 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആൻസർ കിട്ടും 12. സോ x equal to 12. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നൺ ഓഫ് ദിസ് കൊടുക്കാം കേട്ടോ. എക്സ് ഈക്വൽ ടു 12. നൺ ഓഫ് ദിസ് കൊടുക്കേണ്ടി വരും. അതിനകത്തില്ലല്ലോ, ഇല്ല. ഓക്കെ, 6:13. 6ൽ നിന്നും 13ലോട്ടുള്ള റേഷ്യോ നമുക്ക് കിട്ടണം. ഏതോ ഒരു നമ്പറിൽ നിന്ന് 26ലോട്ടെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ നമുക്ക് അതിന് ആൻസർ 12 ആണ് കിട്ടുന്നത്. അവിടെ ഇല്ലാത്തതുകൊണ്ട് നൺ ഓഫ് ദിസ് കൊടുക്കും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 5 ചെക്ക് ചെയ്യാം. സോ അഗെയിൻ ഫോർത്ത് പ്രൊപ്പോർഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ പാറ്റേണിൽ ചെയ്താൽ മതി. ഫോർത്ത് പ്രൊപ്പോർഷൻ കാണുമ്പോൾ അപ്പോൾ ഇതും ആരായിരിക്കും? ഫസ്റ്റ് പ്രൊപ്പോർഷനും തേർഡ് പ്രൊപ്പോർഷനും സെക്കൻഡ് പ്രൊപ്പോർഷനും ആ ഒരു ഓർഡർ ആയിരിക്കും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അല്ലേ. അപ്പോൾ ഞാൻ എഴുതും. എങ്ങനെ എഴുതാം? 2a ഈസ് ടു a² ഈക്വൽ ടു c ഈസ് ടു ഡാഷ്. അവിടെയാണല്ലോ ഫോർത്ത് പ്രൊപ്പോർഷൻ കിടക്കുന്നത്. സോ അത് മിസ്സിംഗ് ആണ്. അപ്പൊ ഈ ഫോർത്ത് പ്രൊപ്പോർഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഈ ഫോർത്ത് പ്രൊപ്പോർഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്ന കേസാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ. തൽക്കാലം നമുക്ക് അവിടെ എന്തിട്ട് കൊടുക്കാം? എക്സ് ഇട്ട് കൊടുക്കാം. ഇനി എന്ത് അപ്ലൈ ചെയ്താൽ മതി? പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസും പ്രൊഡക്റ്റ് ഓഫ് മീൻസും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ പോരെ അല്ലെ. സോ ഒരു പ്രൊപ്പോർഷന്റെ കേസിൽ a:b ഈക്വൽ ടു c:d 4 ടേംസിനകത്ത് അല്ലെങ്കിൽ 4 പ്രൊപ്പോർഷനകത്ത് ഏത് പ്രൊപ്പോർഷൻ മിസ്സായി കഴിഞ്ഞാലും എന്ത് അപ്ലൈ ചെയ്താൽ മതി? ക്രോസ് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. സോ 2a into x. ഈ x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 2ax ഈക്വൽ ടു a² into c, that is a²c ആണല്ലോ. സോ ഈ എക്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എക്സ് അവിടെ ഒറ്റക്ക് നിൽക്കട്ടെ. അപ്പുറത്ത് ഓൾറെഡി a²c ഉണ്ട്. ഈ 2a നമുക്ക് ഇവിടുന്ന് പറഞ്ഞേക്കണം. 2a നമുക്ക് ഇവിടുന്ന് പറഞ്ഞേക്കണം. 2a ഇൻറ്റു എക്സ് ആണ്. അപ്പൊ ഇൻറ്റു 2a, എക്സുമായിട്ട് 2a ഇൻറ്റു അല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇൻറ്റു 2a ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഡിവൈഡഡ് ബൈ 2a ആയിട്ട് മാറും ആണല്ലോ. സോ എക്സ് ഈക്വൽ ടു a²c എന്ന് പറഞ്ഞാൽ a ഇൻറ്റു c എന്നല്ലേ, ഡിവൈഡഡ് ബൈ 2 into a. ഓക്കെ, ചെയ്യാൻ പറ്റുന്ന ഒരു പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയും നമുക്ക് വെട്ടിക്കളയാം അല്ലെ. ഇക്വേഷനകത്ത് അല്ലെങ്കിൽ ഫ്രാക്ഷന്റെ കേസിൽ പറയുന്നുണ്ട് കോമൺ ഫാക്ടേഴ്സ് അമംഗ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ക്യാൻ ബി ക്യാൻസൽഡ്. വെട്ടിക്കളയാം. ഓക്കെ, അപ്പോൾ ഫൈനലി എക്സിന്റെ ആൻസർ എന്തായിട്ട് മാറും? എക്സ് ഈക്വൽ ടു മുകളിൽ ഒരു ac ഡിവൈഡഡ് ബൈ താഴെ ഒരു 2, ദാറ്റ് ഈസ് ac ഡിവൈഡഡ് ബൈ 2. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ac ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഫൈനൽ ആൻസർ. എക്സ് ഈക്വൽ ടു ac ഡിവൈഡഡ് ബൈ 2. ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരും കേട്ടോ. ഓപ്ഷൻ എ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6. ഈ 4 നമ്പേഴ്സ് ആരൊക്കെയാണ്? 4 നമ്പേഴ്സ് 1/2, പിന്നെയോ 1/3, പിന്നെയോ 1/5, പിന്നെയോ 1/x ആർ പ്രൊപ്പോർഷണൽ. ഇവർ പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എയും ബിയും സിയും ഡിയും പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് a:b ഈക്വൽ ടു c:d. അപ്പൊ ഇവർ പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? 1/2 ഈസ് ടു 1/3 ഈക്വൽ ടു 1/5 ഈസ് ടു 1/x എന്ന് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ എഴുതണം. ഓക്കെ ആണല്ലോ. എക്സിന്റെ വാല്യൂ കാണാൻ പറഞ്ഞത് അല്ലെ. ദെൻ എക്സ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ 4 ടേംസ് ഉള്ള ഒരു പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഒരാൾ മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ എന്ത് അപ്ലൈ ചെയ്യുക? ക്രോസ് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മൾ ഇവിടുന്ന് എഴുതും 1/2 into 1/x, ദാറ്റ് ഈസ് നമ്മൾ എന്താ പറയുക? 1/2 into 1/x പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് അല്ലെ. 1/2 into 1/x ഈക്വൽ ടു, ഇവിടെ നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 1/3 into 1/5 അല്ലെ. താഴെ എഴുതുക 1/2x ഈക്വൽ ടു 1/15. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് എഴുതും? രണ്ടും ഡിനോമിനേറ്റർ അല്ലേ. ഇവിടെ ഐ മീൻ ന്യൂമറേറ്റർ രണ്ടും സെയിം അല്ലേ, 1/2x. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ വേണം ചെയ്യാട്ടോ? ഈ 15 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ 15 ആയിട്ട് മാറി ഈക്വൽ ടു
ഈ 2x അങ്ങോട്ട് പോകുമ്പോൾ 1 into 2x 2x ആയിട്ട് മാറി അല്ലേ. അപ്പൊ എക്സ് കാണുന്നുണ്ടെങ്കിൽ ആ 2 ഇങ്ങോട്ട് വരണം. ദാറ്റ് ഈസ് 15 divided by 2 equal to x. എക്സിന്റെ വാല്യൂ കിട്ടി 15/2. ഓക്കെ, ഓപ്ഷനിലുണ്ട് ഓപ്ഷൻ സി. ഇത്രയേ ഉള്ളൂ. എക്സ് ഈക്വൽ ടു 15 divided by 2. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കേസാണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. മീൻ പ്രൊപ്പോർഷൻ. അഗൈൻ മീൻ പ്രൊപ്പോർഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് മുന്നും ചോദിച്ചിട്ടുണ്ട്, എക്സാമിനും ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. സോ വീണ്ടും മീൻ പ്രൊപ്പോർഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ 12x² and 27y². 12x² 27y² തമ്മിലുള്ള മീൻ പ്രൊപ്പോർഷൻ കാണാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? മീൻ പ്രൊപ്പോർഷൻ കാണാനുള്ള ഫോർമുല b equal to √ac. സോ റൂട്ട് ഓഫ് എയുടെ സ്ഥാനത്ത് ഇതാണ് എ, ഇതാണ് സി അല്ലേ. 12x² ഇൻറ്റു 27y² വരും. ഓക്കെ ആണല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 12 into 27 നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ, നമ്പേഴ്സ് അല്ലേ. സോ 12 into 27 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 324, വിച്ച് മീൻസ് റൂട്ട് ഓഫ് 324x² y². നമുക്കിതിനെ വേണമെങ്കിൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും, ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് ഇതിന് എന്ത് എഴുതാൻ പറ്റും? റൂട്ട് ഓഫ് 324 ഇൻറ്റു റൂട്ട് ഓഫ് x² ഇൻറ്റു റൂട്ട് ഓഫ് y² എന്ന് എഴുതാൻ പറ്റും. 324 റൂട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 324 റൂട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 18 എന്ന് കിട്ടും. ഇൻറ്റു ഈ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയി പോകും, എക്സ് ഉണ്ടാവും. ഇൻറ്റു സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയി പോകും, വൈ ഉണ്ടാവും. ഫൈനലി 18xy. ഓപ്ഷൻ എ അല്ലേ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കേസാണ് ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതുവരെ പറയാത്ത അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ്. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കേസാണ്. ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. പ്രോപ്പർ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ പറയണം അല്ലേ. പക്ഷേ ഞാനിവിടെ വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന കേസാണ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. a ഈക്വൽ ടു b/2 ഈക്വൽ ടു c/5. അങ്ങനെയാണെങ്കിൽ എന്നോട് കാണാൻ പറഞ്ഞത് a:b:c ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനൊരു കണ്ടിന്യൂസ് പ്രൊപ്പോർഷൻ ആക്കി മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ആൻസർ കിട്ടുമെന്നുള്ളതാണ്. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് ഈ വെറുതെ നിൽക്കുന്ന എ താഴെ ഒരു 1 ഇട്ട് കൊടുക്കാം, ആരും ഒന്നും പറയൂല അല്ലെ. വെറുതെ നിൽക്കുന്ന എയുടെ താഴെ നമുക്ക് എന്തിട്ട് കൊടുക്കാം? 1 ഇട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല, കിട്ടും. ഇനി നമുക്കിവിടെ ഷോർട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ദാറ്റ് ഈസ് a:b:c. ശ്രദ്ധിച്ചോണ്ടേ, ന്യൂമറേറ്റർ ആണ് കേട്ടോ. a:b:c ഈക്വൽ ടു 1:2:5. ധൈര്യത്തിൽ എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. സോ ഞാൻ പറഞ്ഞല്ലോ, പ്രാക്ടിക്കലി ചെയ്യുന്നത്, കോൺസെപ്റ്റ് ബേസ് ചെയ്യുന്നത് ഇങ്ങനെയല്ല, ഇതൊരു ഷോർട്ട് കട്ടാണ്. നിങ്ങൾ എഴുതിക്കോ, ഒരു മിസ്റ്റേക്കും പറ്റില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് a:b:c ഈക്വൽ ടു 1:2:5. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കേസാണ്. സോ ഓപ്ഷൻ സി 1:2:5. സോ ഇതിന്റെ വേറെയും എന്താ പറയാ സൈഡ്സും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ ചോദിക്കാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. വേറെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. ഓക്കെ, എക്സാമിന് ചോദിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വരുന്ന പാറ്റേൺസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ചില ഷോർട്ട് കട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മളിപ്പോൾ അവിടെ പറയുന്നില്ല, ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി. ഓക്കെ, എന്നാൽ അടുത്തത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്ത അതേ പാറ്റേണിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇഫ് a/3 ഈക്വൽ ടു b/4 ഈക്വൽ ടു c/7. അങ്ങനെയാണെങ്കിൽ എന്നോട് കാണാൻ പറഞ്ഞത് a+b+c ഡിവൈഡഡ് ബൈ c ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പക്ഷെ എൻ്റെ കയ്യിൽ എന്തില്ല? എയുടെ വാല്യൂ ഇല്ല, ബിയുടെ വാല്യൂ ഇല്ല, സിയുടെ വാല്യൂ ഇല്ല. അപ്പൊ ഷോർട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചു a:b:c. a:b:c ഈക്വൽ ടു 3:4:7. 3:4:7 എന്ന് എഴുതാന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ എക്ക് നമുക്ക് 3 ഇട്ട് കൊടുക്കാം. അപ്പൊ എയുടെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? 3 പ്ലസ് ബിയുടെ സ്ഥാനത്ത് നമുക്ക് 4 ഇട്ട് കൊടുക്കാം. 4 പ്ലസ് സിയുടെ സ്ഥാനത്ത് നമുക്ക് 7 ഇട്ട് കൊടുക്കാം. 7 ഡിവൈഡഡ് ബൈ സിക്ക് വീണ്ടും 7 കൊടുത്തു. അപ്പൊ എനിക്ക് എന്താ കിട്ടുക? 14 ഡിവൈഡഡ് ബൈ 7 ദാറ്റ് ഈസ് 2. ഇതാണിത് ഷോർട്ടായിട്ട് ചെയ്യുന്ന മെത്തേഡ്. ഇതിനകത്ത് കോൺസെപ്റ്റ് ഇല്ല, അതിന് ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ശരിക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടില്ല. ശരിക്കും ഇട്ട് കൊടുക്കുന്ന സമയത്ത് 3x എന്നും, കാരണം എയുടെ ശരിക്കുള്ള വാല്യൂ 3 അല്ല, ബിയുടെ ശരിക്കുള്ള വാല്യൂ 4 അല്ല, സിംപ്ലിഫൈഡ് ടേംസ് ആണ്. അപ്പൊ ശരിക്കും അവിടെ 3x എന്നും 4x എന്നും 7x എന്നൊക്കെ ഇട്ട് കൊടുക്കണം. പക്ഷെ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ആൻസർ ഫൈനലി വരുന്ന സമയത്ത് അല്ലെ, ഇവിടെ 3x ഇടണം, ഇവിടെ 4x ഇടണം, ഇവിടെ 7x ഇടണം, ഇവിടെ 7x ഇടണം. അപ്പൊ ഇത് 14xും 7x ആയിട്ട് മാറും, x വെട്ടിപ്പോവും. ഫൈനലി 2 തന്നെ ആൻസർ കിട്ടും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്തില്ല, എന്തായാലും കിട്ടും. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. ഓക്കെ, എന്നോട് കാണാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ചെയ്ത അതേ പാറ്റേണിൽ ചെയ്താൽ മതി. p/q ഈക്വൽ ടു
R/S ഈക്വൽ ടു 2.5 ഡിവൈഡഡ് ബൈ 1.5. ഇതാണ് കേസ്. ഓക്കെ, അഥവാ നമുക്ക് ഇതിന് വേണമെങ്കിൽ A/B എന്നുള്ള രീതിയിൽ P/Q എന്ന് P/Q എന്നൊക്കെ എഴുതാം. തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാം? എന്നോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ, എന്നോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്തിന്റെ വാല്യൂ ആണ്? PS/QR വാല്യൂ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. PS/QR വാല്യൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? Pന്റെ വാല്യൂ കയ്യിലില്ല, Sന്റെ വാല്യൂ കയ്യിലില്ല, Qയുടെ വാല്യൂ ഇല്ല, Rന്റെ വാല്യൂ ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ ചെയ്യാൻ പറ്റുക? ചെയ്യാൻ പറ്റുന്നത് Pയുടെ സ്ഥാനത്ത് 2.5 ഇട്ട് കൊടുക്കാം, Rന്റെ സ്ഥാനത്ത് 2.5 ഇട്ട് കൊടുക്കാം, Qന്റെ സ്ഥാനത്ത് 1.5 ഇട്ട് കൊടുക്കാം, Sന്റെ സ്ഥാനത്ത് നമുക്ക് 1.5 ഇട്ട് കൊടുക്കാം. ഇത് ചെയ്യാം. ഓക്കെ ആണോ? അപ്പൊ അത് ചെയ്ത ആൻസർ കിട്ടുമോ? കിട്ടും. കാരണം എന്താ? സെയിം ആയിരിക്കും. നമ്മളിത് ഷോർട്ടാണ്. ഡാറ്റ ചെയ്യുന്ന സമയത്ത് ആ 2.5 ഇങ്ങോട്ട് വന്നിട്ട് നേരത്തെ എഴുതിയ ആ ഒരു ഫോർമാറ്റിലോട്ട് പോകും. അപ്പൊ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. PS അല്ലെ, PS എന്ന് പറയുമ്പോൾ എന്താ വരിക? P എന്ന് പറയുമ്പോൾ 2.5 അല്ലെ, Pക്ക് നമ്മൾ 2.5 ഇട്ട് കൊടുത്തത് ഇൻറ്റു S എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? S നമ്മൾ ഇട്ട് കൊടുത്തത് 1.5 ഈസ് ടു Qക്ക് നമ്മൾ എത്ര ഇട്ട് കൊടുത്തത്? Qക്ക് നമ്മൾ ഇട്ട് കൊടുത്തത് 1.5. ദാറ്റ് ഈസ് 1.5 ഇൻറ്റു Rന് 2.5. അപ്പൊ ഇവിടെയും 2.5, രണ്ട് ഭാഗത്തും സെയിം സംഖ്യയാണല്ലേ. 2.5 ഇൻറ്റു 1.5, അവിടെയും 2.5 ഇൻറ്റു 1.5. സോ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1:1 എന്ന് കിട്ടും അല്ലെ. 1:1. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ ബി ആൻസർ വരും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേസാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ്. X/Y ഈക്വൽ ടു Z/W ഈക്വൽ ടു 2.5:1.5. ഓക്കെ, എന്നിട്ട് എന്നോട് കാണാൻ പറഞ്ഞത് ആരുടെ വാല്യൂ ആണ്? എന്നോട് കാണാൻ പറഞ്ഞത് X + Z ഡിവൈഡഡ് ബൈ Y + W വാല്യൂ എന്ത് കിട്ടും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് 2.5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. വൈയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുത്താൽ മതി? 1.5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സെഡിന്റെ സ്ഥാനത്ത് എനിക്ക് 2.5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഡബ്ല്യൂവിന്റെ സ്ഥാനത്ത് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1.5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ എന്താ വരിക? എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 2.5, ദാറ്റ് ഈസ് 2.5 പ്ലസ് സെഡിന്റെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 2.5 ഡിവൈഡഡ് ബൈ, ഇനിയോ വൈയുടെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1.5 പ്ലസ് ഡബ്ല്യൂവിന്റെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1.5. അപ്പൊ ഇത് പ്ലസ് ചെയ്യുമ്പോൾ 2.5 നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. ഡിവൈഡഡ് ബൈ 1.5 നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. ദാറ്റ് ഈസ് 5/3. ഓപ്ഷൻ സി കിട്ടും. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കേസാണ് അല്ലെ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കേസാണ്. വെറുതെ മിസ് ചെയ്യരുത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കാം. 5x - 3y ഡിവൈഡഡ് ബൈ 5y - 3x ഈക്വൽ ടു 3/4. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഓഫ് x/y കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആദ്യം ഇതിനൊന്ന് താഴോട്ട് എടുത്ത് എഴുതുവാണ്. 5x - 3y ഡിവൈഡഡ് ബൈ 5y - 3x ഈക്വൽ ടു 3/4. അങ്ങനെയാണെങ്കിൽ എന്നോട് കാണാനുള്ളത് x/y ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളതാണ്. ഒന്നുകിൽ നമുക്ക് ഇത് ഓപ്ഷൻ എടുത്ത് ചെയ്യാം അല്ലെ. എങ്ങനെ ഇത് ഓപ്ഷൻ എടുത്ത് ചെയ്യാം? ഓപ്ഷൻ ആയിട്ട് അതിൽ 2ഉം 9ഉം എടുത്തിട്ട് എന്ത് ചെയ്യുക? എക്സിനും വൈക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 3/4 കിട്ടുന്നുണ്ടോ നോക്കാം. സോ ഞാൻ ആ മെത്തേഡ് പറയുന്നില്ല, വേണമെന്നുള്ളവർക്ക് അത് ചൂസ് ചെയ്യാം. പക്ഷേ ഈ ഓപ്ഷൻ വെച്ച് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, ഓപ്ഷൻ എ ചെയ്തിട്ട് ചിലപ്പോൾ കിട്ടിയില്ല, അപ്പൊ ബി എടുത്ത് ചെയ്യേണ്ടി വരും. ചിലപ്പം കിട്ടിയില്ല, സി എടുത്ത് ഒരുപാട് സമയം പോകും. ഓക്കെ, സോ ആ സമയം അതിന്റെ പകുതി സമയം കൊണ്ട്, ഒരു പക്ഷെ ഓപ്ഷൻ എ കിട്ടിക്കഴിഞ്ഞാൽ ലെക്കാണ്, അതിന്റെ പകുതി സമയം കൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചോളണേ. നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഇവരൊന്ന് ക്രോസ് ചെയ്യാം അല്ലെ. എന്നോട് കാണാൻ പറഞ്ഞത് x/y ആണ് കേട്ടോ. ഈ 4നെ ഞാൻ അവിടെ കൊണ്ടുപോയി ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 5x × 4 വരുന്ന സമയത്ത് അത് 20x ആയിട്ട് മാറും. മൈനസ് 3y × 4 ചെയ്യുന്ന സമയത്ത് അത് 12y ആയിട്ട് മാറും. ഓക്കെ, ഈക്വൽ ടു ഇതിനെ ഞാൻ അവിടെ കൊണ്ടുപോയി ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 3 × 5y 15y ആയിട്ട് മാറും. -3x × 3 വരുന്ന സമയത്ത് അത് -9x ആയിട്ട് മാറും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? ഓക്കെ, ഈ -12y അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? +12y ആവും. അപ്പൊ 12 - 9 നമുക്ക് അവിടെ എത്ര കിട്ടും? ഓക്കെ, അവിടെ 15y ആണ് അല്ലെ. 15y പ്ലസ് 12y വരും. ഓക്കെ, ഇവിടെ ഓൾറെഡി 15y ഉണ്ട്. -12y അങ്ങോട്ട് വരുമ്പോൾ അത് +12y ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ ഓൾറെഡി 20x ഉണ്ട്. ഈ -9x ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? +9x ആയിട്ട് മാറും. അപ്പൊ എനിക്ക് എന്താ ആൻസർ കിട്ടുക? 29x ഈക്വൽ ടു 15 + 12 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 27
വൈ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ എനിക്ക് കിട്ടും എക്സ്, ഈ വൈ ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ വൈ ഈക്വൽ ടു, അവിടെ ഓൾറെഡി 27 ഉണ്ട്, ഈ 29 അങ്ങോട്ട് ചെല്ലുമ്പോൾ ഡിവൈഡഡ് ബൈ 29. സോ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കിതിനെ ഇങ്ങനെ പ്രസന്റ് ചെയ്യാം, എക്സ് ഈസ് ടു വൈ ഈക്വൽ ടു 27 ഈസ് ടു 29. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ, 27 ഈസ് ടു 29. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക, താഴെയുള്ള ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, 27 ഈസ് ടു 29 സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് 27 ഡിവൈഡഡ് ബൈ 29 ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കോമൺ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. 27 ഡിവൈഡ് ബൈ 29 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 0.931 ആണ്. ഓക്കെ ആണല്ലോ, 0.931. ഇനി ഓപ്ഷനിൽ പോയിട്ട് ഞാൻ ഓരോരുത്തരെ ഡിവൈഡ് ചെയ്ത് നോക്കും. 2 ഡിവൈഡഡ് ബൈ 9 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 0.222 ആണ്. സോ ഓപ്ഷൻ എ അല്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 7 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എന്തായാലും 1നെക്കാട്ടി വലിയ ആൻസറിനെ കിട്ടത്തുള്ളൂ. 7 ഡിവൈഡഡ് ബൈ 9 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 0.777 ആണ്. സോ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ് ആയിരിക്കും ആൻസർ വരുന്നത്. ഇതിനകത്തില്ല. ഓക്കെ ആണല്ലോ. സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആരാ? എക്സ് ഈസ് ടു വൈ ഈക്വൽ ടു 27 ഈസ് ടു 29. ഓക്കെ ആണല്ലോ. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 13. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതുവരെ ചെയ്തൊരു ക്വസ്റ്റ്യൻ അല്ല, ബട്ട് ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ ആണ്, എ ഇസ് ടു ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3:2 ആണ്. ഓക്കെ, ബി ഇസ് ടു സിയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3:5 ആണ്. എന്നോട് കാണാൻ പറഞ്ഞതോ എ ഈസ് ടു ബി ഈസ് ടു സി. ഓക്കെ, ഇതിന്റെ വാല്യൂ എന്ത് കിട്ടും എന്നുള്ളതാണ്. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, പ്രോപ്പർ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ പറയുന്നില്ല, കുറച്ച് ലെങ്തിയാണ്. ഓവർ ലെങ്തി അല്ല, കുറച്ച് ലെങ്തിയാണ് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഓക്കെ, സോ ഇവിടെയും ബി ഉണ്ട്, ഇവിടെയും ബി ഉണ്ട്. ഇവിടുത്തെ ബിയുടെ വാല്യൂ 2 ആണ്, ഇവിടുത്തെ ബിയുടെ വാല്യൂ 3 ആണ്. അതാണ് പ്രശ്നം. രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എഴുതിയാൽ മതിയായിരുന്നു. സോ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് കാണാൻ പറഞ്ഞത് എ ഈസ് ടു ബി ഈസ് ടു സിയുടെ വാല്യൂ ആണ്. നേരെ താഴെ ഒരു ലൈൻ വരക്കുക, അറിയുന്ന വാല്യൂസ് ഒക്കെ എഴുതുക. എ ഈസ് ടു ബിയുടെ നേരെ താഴെ 3:2 എന്ന് എഴുതി കൊടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഒരു ബ്ലാങ്ക് സ്പേസ് കിട്ടും. അതവിടെ നിൽക്കട്ടെ. ബി ഈസ് ടു സിയുടെ വാല്യൂ 3:5 ആണ്. അപ്പൊ ബി ഈസ് ടു സിയുടെ തൊട്ട് താഴെ 3:5 എന്ന് എഴുതുക. ജസ്റ്റ് എന്ത് ചെയ്യുക? താഴെ ഒരു ബ്ലാങ്ക് സ്പേസ് വരും. ഈ ബ്ലാങ്ക് സ്പേസിന്റെ തൊട്ടടുത്ത് ആരാണോ വരുന്നത് അയാളെ പിടിച്ച് അവിടെ ഫില്ല് ചെയ്യാം. ഓക്കെ ആണല്ലോ. തൊട്ടടുത്ത് ആരാണോ വരുന്നത് അയാളെ പിടിച്ച് അവിടെ ഫില്ല് ചെയ്യാം. നേരെ താഴോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 3 9, 2 × 3 6, 2 × 5 10. സോ 9:6:10. 9:6:10. ഇതാണ് വളരെ എളുപ്പം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ, വളരെ ഈസി. ക്വസ്റ്റ്യൻ നമ്പർ 14. ഓക്കെ, നമ്മൾ ചെയ്ത അതേ പാറ്റേണിൽ വരുന്നതായിട്ടാണ് നമുക്ക് നോക്കാം അല്ലേ. x/2ന്റെ വാല്യൂ എന്ന് പറയുന്നതും y/3യുടെ വാല്യൂ എന്ന് പറയുന്നതും z/7ന്റെ വാല്യൂ എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ. എന്നോട് കാണാൻ പറഞ്ഞത് ആരുടെ വാല്യൂ ആണ്? എന്നോട് കാണാൻ പറഞ്ഞത് 2x - 5y + 4z ഡിവൈഡഡ് ബൈ 2y. എന്ത് ചെയ്താൽ മതി? എക്സിന്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കുക, വൈയുടെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുക, സെഡിന്റെ സ്ഥാനത്ത് 7 ഇട്ട് കൊടുക്കുക. എന്തേ കാരണം? നമ്മളിതിന് മുന്നേ പറഞ്ഞു എന്ത്? എക്സ് ഈസ് ടു, നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാം, എക്സ് ഈസ് ടു വൈ ഈസ് ടു സെഡ് ഈക്വൽ ടു 2:3:7 അല്ലേ. അപ്പൊ തൊട്ട് ഡിനോമിനേറ്റർ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 2x എന്ന് പറയുമ്പോൾ എന്ത് വരിക? നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലെ. 2 × 2 മൈനസ് വൈക്ക് 3 ഇട്ട് കൊടുക്കുക. അപ്പൊ 5 × 3 പ്ലസ് 4 × 7 വരും. ഓക്കെ ആണല്ലോ. ഡിവൈഡഡ് ബൈ 2y എന്ന് പറയുമ്പോൾ 2 × 3 എന്ന് വരും. ഓക്കെ, സോ കാൽക്കുലേറ്റർ എടുക്കുക. 4 - 15 പ്ലസ് 4 × 7 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 28 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, സോ ജസ്റ്റ് കാൽക്കുലേറ്റർ ഒന്ന് എടുക്കുക. 4 - 15 പ്ലസ് 28. അപ്പൊ നമുക്ക് ന്യൂമറേറ്റർ കിട്ടും 17 അല്ലെ. അപ്പൊ ആൻസർ എന്ത് വരിക? 17 ഡിവൈഡഡ് ബൈ 6. ഓപ്ഷൻ ഡി വരും അല്ലെ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് വെറുതെ മിസ് ചെയ്യുന്നത്? ഓക്കെ, അടുത്ത നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 15. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത ഈ ഒരു പാറ്റേൺ, ഏത് പാറ്റേൺ? ഇവിടെ ചെയ്ത ഈ ഒരു പാറ്റേൺ ആണ് ഇനി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, x/y-യുടെ വാല്യൂ നമുക്ക് അവർ 2:3 തന്നിട്ടുണ്ട്, y/z 4:3 തന്നിട്ടുണ്ട്, x/y/z. അപ്പൊ ആദ്യം ചെയ്യേണ്ട പണി എന്താ? x/y/z എന്ന് എഴുതുക അല്ലെ. എന്നിട്ട് അറിയുന്ന വാല്യൂസ് ഒക്കെ താഴെ എടുത്ത് എഴുതുക. x/y-യുടെ വാല്യൂ 2:3. അപ്പൊ അപ്പുറത്ത് എന്ത് ചെയ്യുക? അതേ 3നെ ഫില്ല് ചെയ്യുക ബ്ലാങ്ക് സ്പേസിൽ. ഓക്കെ ആണല്ലോ. y/z-ന്റെ വാല്യൂ എത്രയാ? 4:3. അപ്പൊ ഇവിടെയും ജസ്റ്റ് എന്ത് ചെയ്യുക? 4നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 4 8 3 × 4
12:3 into 3 9, that is 8:12:9. സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നമുക്കിതിനെ സിംപ്ലിഫൈ ഇതിനകത്തില്ല, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. 8നെ 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ 2:3:4 അല്ല, 4:3:2 അല്ല, 3:2:4 അല്ല. സോ നൺ ഓഫ് ദിസ് കൊടുക്കേണ്ടി വരും. ഓക്കെ ആണല്ലോ, അതുകൊണ്ട് നമ്മൾ നൺ ഓഫ് ദിസ് കൊടുക്കേണ്ടി വരും. എന്നർത്ഥം നോക്കാം. ഡിവിഷൻ ഓഫ് 750 into 3 പാർട്സ്, അതായത് എൻ്റെ കയ്യിൽ ഒരു 750 രൂപയുണ്ട്, അതിനെ നമ്മൾ 3 പാർട്സ് ആക്കി മാറ്റുവാണ്. ഓക്കെ ആണല്ലോ, 4:5:6 എന്ന് പറയുന്ന രീതിയിൽ 3 പാർട്സ് ആക്കി മാറ്റുവാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ മാറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 3 കൂടെ പ്ലസ് ചെയ്യുക, അതിന്റെ സം എടുക്കുക. 3 കൂടെ പ്ലസ് ചെയ്തിട്ട് അതിന്റെ സം എടുക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടുക? 15 എന്ന് കിട്ടും അല്ലെ? അപ്പൊ കാൽക്കുലേറ്റർ എടുക്കുക. 750 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 4 ചെയ്യാം. 750 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 6 ചെയ്യാം. 750 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു മുകളിൽ നമുക്ക് 5 ചെയ്യാം. ഓർഡർ ആയിക്കോട്ടെ. ഓക്കെ ആണല്ലോ. സോ ഇൻറ്റു 5 ചെയ്യാം, ഇവിടെ ഇൻറ്റു 6 ചെയ്യാം. ഓക്കെ, ഞാനൊന്ന് ചെയ്ത് നോക്കാം. 750 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 4, ഇവിടെ എനിക്ക് 200 കിട്ടും. ഓക്കെ ആണല്ലോ. 5 ഈക്വൽ ടു എന്ന് അടിച്ചു കഴിഞ്ഞാൽ 750 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 5, ഇവിടെ നമുക്ക് 250 കിട്ടും അല്ലേ? 750 × 6 300 കിട്ടും. സോ ഇതാണ് വരുന്നത് 200, 250, 200, 250 ആൻഡ് 300. 200, 250 അതേ ഓർഡറിൽ തന്നെ കൊടുക്കണം കേട്ടോ. ആ റേഷ്യോന്റെ 4:5:6 എന്ന് പറയുന്ന സെയിം ഓർഡറിൽ തന്നെ കൊടുക്കണം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇതേ ആൻസർ ചിലപ്പോൾ അപ്പുറത്ത് അവർ ഷഫിൾ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടാവും, അത് എടുക്കരുത്. ഇത് ഇതേ ഓർഡറിൽ തന്നെ കൊടുക്കണം. 200, 250 ആൻഡ് 300. സോ നമുക്ക് അടുത്ത് നോക്കാം. ഇത് ചെയ്യാൻ വളരെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. കാൽക്കുലേറ്റർ എടുത്ത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിലൊക്കെ ചെയ്യാൻ പറ്റും. എങ്ങനെ? 750 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 4 ഈക്വൽ ടു, പിന്നെ ജസ്റ്റ് അവിടുന്ന് ഒരു 5 ഈക്വൽ ടു അടിച്ചാൽ മതി, ജസ്റ്റ് 6 ഈക്വൽ ടു അടിച്ചാൽ മതി. അല്ലാതെ വെറുതെ 750 ഡിവൈഡഡ് ബൈ 15 എന്ന് വീണ്ടും വീണ്ടും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ കാൽക്കുലേറ്റർ ട്രിക്സ് ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17. ഓക്കെ, ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ യൂസ് ചെയ്യാം. ഏജിന്റെ കേസിലൊക്കെ പല ക്വസ്റ്റ്യൻസും നമുക്ക് ഓപ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടാറുണ്ട്. നമുക്ക് നോക്കാം. ദ സം ഓഫ് ദ ഏജസ് ഓഫ് 3 persons ആർ ഇൻ ദ റേഷ്യോ 150 years അല്ലെ? 3 ആൾക്കാരുടെ വയസ്സ് എന്ന് പറയുന്നത് 150 ആണ്. ഒരു കാര്യം കൂടെ പറഞ്ഞു, 10 years ago their ages were in the ratio 7:8:9. 10 വർഷം മുന്നേ ഉള്ള വയസ്സിന്റെ റേഷ്യോ. വയസ്സിന്റെ റേഷ്യോ എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ഇന്ന് എന്റെയും നിങ്ങളുടെയും വയസ്സിന്റെ റേഷ്യോ എടുത്ത് കഴിഞ്ഞാൽ നാളെ എടുക്കുമ്പോൾ അത് മാറിപ്പോകും. ഓക്കെ ആണല്ലോ. അപ്പൊ വയസ്സിന്റെ റേഷ്യോ എല്ലായ്പ്പോഴും ഒരുപോലെ ആവില്ല. 10 വർഷം മുന്നേ ഉള്ള വയസ്സിന്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. സോ ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് ഓപ്ഷൻ എടുത്ത് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഈസി ആണ്. ഓക്കെ, പക്ഷെ എല്ലാം അത്ര എളുപ്പത്തിൽ ഓപ്ഷൻ എടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോപ്പർ മെത്തേഡ് എങ്ങനെ ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ എഴുതുവാണ് സം ഓഫ് ദെയർ ഏജസ്, സം ഓഫ് ദെയർ പെർസെൻറ്റേജ്. അവരുടെ പെർസെൻറ്റേജിന്റെ സം എടുത്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നത് 150 ആണ്. ഇനി 10 years ago, 10 വർഷം മുന്നേ, 10 years ago, സം ഓഫ് ദെയർ ഏജ്. ഓക്കെ, 10 വർഷം മുന്നേ ഉള്ള അവരുടെ വയസ്സിന്റെ സം എന്ന് പറയുമ്പോൾ അപ്പൊ എത്രയായിരിക്കും വരിക? ഇപ്പൊ 3 ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോ. എ എന്ന് പറയുന്ന ഒരാൾ, ബി എന്ന് പറയുന്ന ഒരാൾ, സി എന്ന് പറയുന്ന ഒരാൾ. ഓക്കെ, എയുടെ വയസ്സിനകത്തുനിന്ന് 10 വയസ്സ് കുറക്കണം, ബിയുടെ വയസ്സിനകത്തുനിന്ന് 10 വയസ്സ് കുറക്കണം, സിയുടെ വയസ്സിനകത്തുനിന്ന് 10 വയസ്സ് കുറക്കണം. അപ്പൊ ടോട്ടൽ എത്ര വയസ്സ് കുറയേണ്ടി വരും? 30 വയസ്സ് കുറയേണ്ടി വരും. കാരണം 3 ആൾക്കാരുടെ വയസ്സ് കുറക്കണ്ട, സമ്മല്ലേ. അപ്പൊ അത് മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ 120 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഈ 120 ആണ് നമ്മൾ 10 വർഷം മുന്നേ ഉള്ള വയസ്സ്. അതിനെയാണ് നമ്മൾ 7:8:9 എന്ന് പറയുന്ന റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ നേരത്തെ സ്പ്ലിറ്റ് ചെയ്ത പോലെ സ്പ്ലിറ്റ് ചെയ്താൽ മതി. 120 ഡിവൈഡഡ് ബൈ 7 + 8 + 9 ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടുന്നുണ്ടെന്നുള്ളത് നോക്കണം. ഓക്കെ ആണല്ലോ. 7 + 8 + 9 ചെയ്യുമ്പോൾ എനിക്ക് 24 കിട്ടും. ഓക്കെ, സോ അത് സമയം എനിക്ക് 24 കിട്ടും. അപ്പൊ ഞാൻ എഴുതി 120 ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 7 ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 8 ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 9 ഈക്വൽ ടു. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. 120 ഡിവൈഡഡ് ബൈ 24 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 5 കിട്ടും. സോ 5 × 7 ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ എത്ര കിട്ടും?
35 കിട്ടും. ഓക്കെ, സോ ഇവിടെ 5 into 8 ചെയ്യുമ്പോൾ കൂടെ 40 കിട്ടും, ഇവിടെ 5 into 9 ചെയ്യുമ്പോൾ 45 കിട്ടും. ഇത് എന്നത്തെ വയസ്സാ? 10 വർഷം മുന്നേ ഉള്ള വയസ്സാണ് അല്ലേ. സോ പ്രസന്റ് ഏജ് കാണാൻ വേണ്ടിയിട്ട് പ്ലസ് 10 ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് എത്ര കിട്ടുക? 45 പ്ലസ് 10 ചെയ്യേണ്ടി വരും. അപ്പൊ എത്ര കിട്ടുക? 50 പ്ലസ് 10 ചെയ്യേണ്ടി വരും. അപ്പോഴോ 55. സോ അവരുടെ പ്രസന്റ് ഏജ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക? 45, 50 and 55. ഇതാണ് അവരുടെ ആൻസർ വരിക. 45, 50 and 55. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരിക. മനസ്സിലായില്ലേ? വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കേസാണ്. ഓപ്ഷൻ വേണമെങ്കിൽ ഓപ്ഷൻ യൂസ് ചെയ്യാം, നിങ്ങളുടെ ചോയ്സ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18 നമുക്ക് ചെക്ക് ചെയ്യാം. The numbers 14, 16, 35, 42. 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആർ നോട്ട് ഇൻ പ്രൊപ്പോർഷൻ. ഇതൊരു പ്രൊപ്പോർഷൻ അല്ല. ഓക്കെ, ദ ഫോർത്ത് ടേം ഫോർ വിച്ച് ദേ വിൽ ബി ഇൻ പ്രൊപ്പോർഷൻ. പക്ഷെ ആ ഫോർത്ത് ടേം 42 മാറ്റി വേറെ എന്തോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രൊപ്പോർഷൻ ആവുന്ന പറഞ്ഞത്. അപ്പൊ തൽക്കാലം നമുക്ക് എന്ത് വേണ്ട? ഫോർത്ത് ടേം വേണ്ട. എക്സിറ്റേക്ക്. അപ്പൊ എന്ത് ചെയ്യാം? 14:16 ഈക്വൽ ടു 35:42 പകരം എക്സിനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രൊപ്പോർഷൻ ആയിട്ട് മാറും. ഇനി ഏത് റൂള്? ക്രോസ് പ്രൊഡക്റ്റ് റൂള്. 14 into x, that is 14x ഈക്വൽ ടു 16 into 35 അല്ലെ. അപ്പൊ എക്സ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 16 into 35 into 14 അങ്ങോട്ട് ചെല്ലുമ്പോൾ ഡിവൈഡഡ് ബൈ 14. കാൽക്കുലേറ്റർ എടുക്കുക. 16 into 35 ഡിവൈഡഡ് ബൈ 14. എനിക്ക് ആൻസർ കിട്ടുന്നത് 40. എക്സ് ഈക്വൽ ടു 40. അപ്പോൾ 14, 16, 35, 42 പ്രൊപ്പോർഷൻ അല്ല. നേരെ മറിച്ച് നമുക്ക് വേണമെങ്കിൽ അത് പ്രൊപ്പോർഷൻ ആക്കാൻ വേണ്ടി 14, 16, 35, 40 വെച്ച് കൊടുത്തോ. അപ്പൊ അത് എന്തായിട്ട് മാറും? പ്രൊപ്പോർഷൻ ആയിട്ട് മാറും. മനസ്സിലായല്ലോ? അടുത്ത നോക്കാം. 19. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. തിയറി പാറ്റേണിൽ വരുന്ന അല്ലെങ്കിൽ തിയറി ടൈപ്പിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് പ്രോപ്പർട്ടി ആണെങ്കിൽ ഏത് പ്രോസസ് ആണ് അല്ലെ. കുറെ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടാവും. ഇൻവേർട്ടന്റോ, കോമ്പണന്റോ, ഡിവിഡന്റോ, ആൾട്ടർനന്റോ, അഡൻഡോ, സബ്ട്രാഹൻഡോ, കോമ്പണന്റ് വേണ്ട ഡിവിഡന്റോ. സോ ഇതിനകത്ത് ഏത് പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്തതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എക്സ് ബൈ വൈ ഈക്വൽ ടു സെഡ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു വിച്ച് ഇംപ്ലൈസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു ഡബ്ല്യു ഡിവൈഡഡ് ബൈ സെഡ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. എക്സ് ബൈ വൈ എങ്ങനെ വൈ ബൈ എക്സ് ആയിട്ട് മാറി? റെസിപ്രോക്കൽ ആണ് അല്ലെ. റെസിപ്രോക്കൽ മീൻസ് ഇൻവേഴ്സ് ആണ്. അപ്പൊ ഇൻവേർട്ടന്റോ പ്രോപ്പർട്ടിയാണ്. കാര്യം മനസ്സിലായോ? ഇവിടെ സെഡ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു അതും തിരിച്ചിട്ടു അല്ലെ. റെസിപ്രോക്കൽ ആണ്, അതിനർത്ഥം ഇൻവേഴ്സ് ആണ്. അപ്പൊ ഏത് പ്രോപ്പർട്ടിയാണ്? ഇൻവേർട്ടന്റോ പ്രോപ്പർട്ടിയാണ് അല്ലെ. ഇൻവേർട്ടന്റോ പ്രോപ്പർട്ടിയാണ്. സോ ഡിവിഡന്റോ, കോമ്പണന്റോ, ആൾട്ടർനന്റോ, നൺ ഓഫ് ദിസ്. എന്താ ഇൻവേർട്ടന്റോ പ്രോപ്പർട്ടി പറയുന്നത്? എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി എന്ന് തരുവാണെങ്കിൽ ഇൻവേർട്ടന്റോ പ്രോപ്പർട്ടി പറയുന്നത് ബി ഈസ് ടു എ ഈക്വൽ ടു ഡി ഈസ് ടു സി അല്ലെ. ഇതാണ് ഇൻവേർട്ടന്റോ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈസ് ടുവിന് പകരം അവർ എന്തിട്ടു? ഡിവിഷൻ ഇട്ടു. എക്കും ബിക്കും പകരം പിയും ക്യൂയും ലെറ്റേഴ്സ് മാറ്റി, വേറൊന്നും ചെയ്തില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇൻവേർട്ടന്റോ പ്രോപ്പർട്ടി. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 20 നോക്കാം. പി ബൈ ക്യൂവിന്റെ ആൻസർ എന്ന് പറയുന്നതും ആർ ബൈ എസിന്റെ ആൻസർ എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു പി മൈനസ് ആർ. ഇതും ഏത് പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ ഏത് പ്രോസസ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഞാനിത് അങ്ങോട്ട് മാറ്റി എഴുതാം. പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എസ്. ഓക്കെ, പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എസ് വിച്ച് ഇംപ്ലൈസ്, ഓക്കെ ഇവിടെ ഈക്വൽ ടു ആയിരിക്കില്ല, വിച്ച് ഇംപ്ലൈസ് പി മൈനസ് ആർ ഡിവൈഡഡ് ബൈ ക്യൂ മൈനസ് എസ്. അപ്പൊ ഇവിടെ ആന്റിസിഡൻസിന്റെ ഡിഫറൻസ് ആണ് എടുത്തത് പി മൈനസ് ആർ. കോൺസിക്വൻസിന്റെ ഡിഫറൻസ് ആണ് എടുത്തത്. ഏതാ പ്രോപ്പർട്ടി? സബ്ട്രാഹൻഡോ അല്ലെ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സബ്ട്രാഹൻഡോ പ്രോപ്പർട്ടിയാണ് അല്ലെ. എന്താ സബ്ട്രാഹൻഡോ പ്രോപ്പർട്ടി അത് പഠിച്ച്? ഇഫ് എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ആന്റിസിഡൻസിന്റെ ഡിഫറൻസ് ദാറ്റ് ഈസ് എ മൈനസ് സി ഈസ് ടു ബി മൈനസ് ഡി. ഇതെന്തായിരിക്കും? മുകളിൽ തന്ന റേഷ്യോക്ക് ഈക്വൽ ആയിരിക്കും. ഇതാണ് എന്ത് പറയുന്നത്? സബ്ട്രാഹൻഡോ പ്രോപ്പർട്ടി പറയുന്നത് അല്ലെ. സോ എക്കും ബിക്കും പകരം ഇവർ എന്ത് കൊടുത്തു? പിയും ക്യൂയും കൊടുത്തു. വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഈസ് ടുവിന് പകരം ഡിവിഷൻ കൊടുത്തു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഗൈൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. തിയറിറ്റിക്കൽ തിയറി പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ഇംപ്ലൈസ്. എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഈക്വൽ ടു സി പ്ലസ് ടി ഡിവൈഡ് ബൈ സി മൈനസ് ടി. കണ്ടു കഴിഞ്ഞാൽ അറിയാം പ്ലസും മൈനസും വരുന്ന ഒരൊറ്റ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഏതാ? കോമ്പണന്റോ ആൻഡ് ഡിവിഡന്റോ അല്ലെ. പ്ലസും മൈനസും വരുന്ന ഒരൊറ്റ പ്രോപ്പർട്ടി മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഏതാണ് പ്രോപ്പർട്ടി? കോമ്പണന്റോ ആൻഡ് ഡിവിഡന്റോ അല്ലെ. എന്താ ശരിക്കും അത് വരുന്നത്? എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി അല്ലെ. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് എന്താ ഇംപ്ലൈസ് ചെയ്യുന്നത്? എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഈക്വൽ ടു സി പ്ലസ് ടി ഡിവൈഡഡ് ബൈ സി മൈനസ് ടി. സോ ഇവിടെ എ ഈസ് ടു ബിക്ക് പകരം എ ബൈ ബി, ഈസ് ടു പകരം ഡിവിഷൻ ഇട്ട് ചെയ്തു. വേറെ ഒന്നുമില്ല. സോ ആൻസർ വരുന്നത് കോമ്പണന്റോ ആൻഡ് ഡിവിഡന്റോ. ക്വസ്റ്റ്യൻ നമ്പർ 22 നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അഗെയിൻ സെയിം പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്.
u by v equal to w divided by p, then u minus v. Okay, u by v equal to w divided by p. അങ്ങനെയാണെങ്കിൽ which implies എന്തോ ഓക്കെ u minus v divided by u plus v equal to u minus v divided by u plus v equal to w minus p divided by w plus p. Okay. സോ ഇത് ഇൻവേർട്ടൻ്റോ പ്രോപ്പർട്ടി അല്ല, അൾട്ടർനേറ്റോ പ്രോപ്പർട്ടി അല്ല, അഡൻറ്റോ അല്ല. ഇത് ശരിക്കും ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിക്കുന്നില്ല, ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി പഠിക്കുന്നില്ല. ശരിക്കും ഇത് എന്താ സംഗതി? ഇൻവേഴ്സ് ആണ്. കോമ്പണന്റോ അതിന്റെ ഡിവിഡന്റ്, കോമ്പണന്റോ അതിന്റെ ഡിവിഡന്റോ അല്ലെ, അതിന്റെ ഇൻവേഴ്സ് ആണ്. അതായത് ആദ്യം ഇവരെന്ത് ചെയ്തു, ഈ ഒരു പ്രൊപ്പോർഷനെ കോമ്പണന്റിന്റെ ഡിവിഡന്റ് അപ്ലൈ ചെയ്തു, എന്നിട്ട് അതിന്റെ ഇൻവേർട്ടന്റ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു അല്ലെ. സോ അങ്ങനെ പ്രോപ്പർട്ടി നെയിമോ കാര്യങ്ങളോ നമ്മൾ പറയുന്നില്ല, പഠിക്കുന്നില്ല. സോ ഇത് നൺ ഓഫ് ദിസ് കൊടുത്താൽ മതി. കാരണം ഇത് എന്തല്ല, ഇൻവേർട്ടന്റും അല്ല, പ്യൂർ ഇൻവേർട്ടന്റും അല്ല. പ്യൂർ ഇൻവേർട്ടന്റ് ആണെങ്കിൽ അതിനകത്ത് പ്ലസും മൈനസിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ. അൾട്ടർനേറ്റോ അല്ല, അഡൻറ്റോ അല്ല. കോമ്പണന്റോ അതിന്റെ ഡിവിഡന്റോ ആണ്. കോമ്പണന്റിന്റെ ഡിവിഡന്റ് ചെയ്തതിന് ശേഷം അവർ ഇൻവേർട്ടന്റ് പ്രോപ്പർട്ടി, രണ്ട് പ്രോപ്പർട്ടിയുടെ മിക്സറാണ്. ഓക്കെ ആണല്ലോ. ആൻഡ് 23 നമുക്ക് നോക്കാം. ഡയറക്റ്റ് നമ്മൾ ഫസ്റ്റ് ഒക്കെ ചെയ്ത അതേ പാറ്റേണിൽ വരുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. എന്താ? 12 16-20 ആരെയും പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റാർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, മൂന്നാമത്തെ ആള്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 12:16 ഈക്വൽ ടു അവിടെ എക്സ് ഇട്ട് കൊടുക്കുക, (20). അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പ്രൊഡക്റ്റ് ഓഫ് എക്സ്റ്റെൻസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് മീൻസ് അപ്ലൈ ചെയ്താൽ പോരെ. സോ 12 × 20 ഈക്വൽ ടു 16 × x ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 16x കിട്ടുമല്ലോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ. 16 ഇങ്ങോട്ട് കൊണ്ടുപോരും. അപ്പൊ എന്ത് കിട്ടുക? 12 × 20 ഡിവൈഡഡ് ബൈ 16 ഈക്വൽ ടു x കിട്ടും അല്ലെ. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താ കിട്ടുക? 12 × 20 ഡിവൈഡഡ് ബൈ 16 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 15 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ x ഈക്വൽ ടു 15. ഇത്രയേ ഉള്ളൂ. ഓപ്ഷൻ സി. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കേസുകളാണ് കേട്ടോ. ഇതൊക്കെ കാൽക്കുലേറ്റർ എടുത്ത് ഡയറക്റ്റ് ചെയ്താൽ മതി. കാൽക്കുലേറ്റർ എടുക്കുക, 12 × 20 ഡിവൈഡ് ബൈ 16 അല്ലെ. ഇത് പ്രൊഡക്റ്റ് ഓഫ് എക്സ്ചേഞ്ച്, ഇവിടെ എക്സ്. അപ്പം ജസ്റ്റ് ആ രീതിയിൽ അവിടെ തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. 24 നമുക്ക് നോക്കാം. ഇപ്പൊ ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യൻ ഇവിടെ രണ്ടാമത്തെ ടേമാണ് മിസ്സിങ്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? 4:x ഈക്വൽ ടു 9:13.5. അത് നമുക്ക് എളുപ്പത്തിന് വേണ്ടി 13.5 എന്ന് എഴുതാം അല്ലെ. ക്രോസ് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 × 13.5 4 × 13.5 ഈക്വൽ ടു 9 × x 9x. ഈ 9 ഇങ്ങോട്ട് വരുമ്പോൾ 4 × 13.5 ഡിവൈഡഡ് ബൈ 9 വരും അല്ലെ. 4 × 13.5 ഡിവൈഡഡ് ബൈ 9 വരും. സോ ആൻസർ വരുന്നത് 6 ആണ്. ആൻസർ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. ഓപ്ഷൻ എ. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കേസ് അല്ലെ. എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേസുകളാണ്. അഗെയിൻ മീൻ പ്രൊപ്പോർഷന്റെ ക്വസ്റ്റൻ ആണ് വന്നത്. മീൻ പ്രൊപ്പോർഷൻ കാണാനുള്ള ഫോർമുല b = √ac ആണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. b = √ac. സോ b = ഇതാണ് a, ഇതാണ് c. സോ 1.4 × 5.6 എന്നിട്ട് റൂട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടുക? 1.4 × 5.6 ഈക്വൽ ടു അടിച്ചിട്ട് റൂട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2.8. ദാറ്റ് ഈസ് 2.8. സോ രണ്ടുപേർക്കും ഗ്രാം തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതേ ഗ്രാം എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ ആണല്ലോ. 2.8 grams. ഓപ്ഷൻ ബി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, ഇനി 26 നോക്കാം. ഇതൊന്നും നമ്മൾ ചെയ്ത പാറ്റേൺ എക്ക് നമ്മൾ 4 ഇട്ട് കൊടുക്കും, ബിക്ക് 5 ഇട്ട് കൊടുക്കും, സിക്ക് 9 ഇട്ട് കൊടുക്കും. അപ്പൊ a + b + c എന്ന് പറയുമ്പോൾ എന്ത് വരിക? 4 + 5 + 9 ഡിവൈഡഡ് ബൈ 9 വരും അല്ലെ. കാൽക്കുലേറ്റർ ഇട്ടാൽ മതി. 4 + 5 + 9 ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് 2 എന്ന് പറയുന്ന ആൻസർ കിട്ടും അല്ലെ. 2. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ക്വസ്റ്റ്യൻ. 27 ഒന്ന് നോക്കാം. 2 numbers are in the ratio 3:4. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു എക്സസൈസ് ഫസ്റ്റ് ഏക്കകത്ത് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. 2 numbers are in the ratio 3:4. ഓക്കെ, അപ്പോൾ റേഷ്യോ ഓഫ് 2 numbers. റേഷ്യോ എന്ന് പറയുന്നത് 3:4 ആണ്. If 6 be added to each terms of the ratio, then the new ratio will be 4:5. Then the numbers. ഒന്നെങ്കിൽ ഓപ്ഷൻ എടുക്കാം, അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാം. സോ ആ നമ്പേഴ്സിന്റെ റേഷ്യോ ആണ് നമുക്ക് ഇവിടെ തന്നത്. അപ്പൊ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3x-ഉം 4x-ഉം ആയിരിക്കും അല്ലെ. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 3x-ഉം 4x-ഉം ആയിരിക്കും. ഓക്കെ ആണല്ലോ. 3x-ഉം 4x-ഉം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്?
3x ഈസ് ടു 4x എന്ന് എഴുതുന്നതിന് പകരം ഡിവൈഡഡ് ബൈ 4x എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. 6b ആഡഡ് ടു ഈച്ച് ടേം, രണ്ടിന്റെയും കൂടെ ഞാൻ 6 ആഡ് ചെയ്തു. അപ്പൊ എനിക്ക് പുതിയ രണ്ട് നമ്പർ കിട്ടും. അതിന്റെ റേഷ്യോ ആണ് 4:5 എന്ന് പറയുന്നത്. സോ ഇത് സോൾവ് ചെയ്തിട്ട് ഈ 3xും 4xും കണ്ടുപിടിക്കാനാണ് നമ്മുടെ പണി. സോൾവ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? 5നെ ഞാൻ അവിടെ കൊണ്ടുപോയി ഇൻറ്റു ചെയ്യും. 3x × 5, അപ്പൊ എനിക്ക് കൂടെ 15x എന്ന് കിട്ടും അല്ലെ. പ്ലസ് 6 × 5 30 എന്ന് കിട്ടും. ഈക്വൽ ടു ഇതിനവിടെ കൊണ്ടുപോയി ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 4x × 4 16x എന്ന് കിട്ടും. പ്ലസ് 6 × 4 24 എന്ന് കിട്ടും. ഓക്കെ. ഈ 15x അങ്ങോട്ട് ചെല്ലുമ്പോൾ -15x ആയിട്ട് അവിടെ ഒരു എക്സ് ബാക്കി ഉണ്ടാവും. പ്ലസ് 24 ഇങ്ങോട്ട് വരുമ്പോൾ 30 - 24 നമുക്കിവിടെ 6 കിട്ടും അല്ലെ. അപ്പം x = 6 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 6നെ ഇങ്ങോട്ട് കൊണ്ടുപോര്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 3 × 6 18 ഒരാളെ കിട്ടി. ഇതോ 4 × 6 24. സോ ദ ആൻസർ ഈസ് 18 and 24. ഇവർ രണ്ടുപേരുമാണ് ആ രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എക്സൽ അല്ലെ. 18ഉം 24ഉം വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 28 ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. താഴെ നമുക്കൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. a+a/4 = b/4. സോ ഇത് ഏത് പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ഏതൊരു പ്രോപ്പർട്ടി ഇവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്? a+4 a-4 പ്ലസും മൈനസും വരുന്ന പ്രോപ്പർട്ടി കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. കോമ്പണന്റോ ആൻഡ് ഡിവിഡൻഡോ അല്ലെ. കോമ്പണന്റോ ആൻഡ് ഡിവിഡൻഡോ പ്ലസും മൈനസും കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനെ കോമ്പണന്റോ ഡിവിഡൻഡോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? a+4 / a-4 = b+5 / b-5. സോ അതിവിടെ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ വരുന്നത് അല്ലെ. അതിന് ആ പ്രോപ്പർട്ടീസ് ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ. ഓക്കെ ആണല്ലോ. ഏതൊക്കെ പ്രോപ്പർട്ടീസ്? ഇൻവേർട്ടന്റോ, ആൾട്ടർനന്റോ, കോമ്പണന്റോ, ഡിവിഡൻഡോ, കോമ്പണന്റ് ആൻഡ് ഡിവിഡൻഡോ, അഡൻഡോ, സബ്ട്രാൻഡോ. അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണെന്നൊന്നും പറയുന്നില്ല, ബട്ട് എക്സാമിന് റയർ ആയിട്ടാണെങ്കിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം. 29. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എക്ക് 4 ഇട്ട് കൊടുക്കുക, ബിക്ക് 1 ഇട്ട് കൊടുക്കുക അല്ലെ. നമ്മൾ ഒരുപാട് ചെയ്തതാ. അപ്പൊ ഇവിടെ എന്താ വരിക? √a/b എന്ന് പറയുന്ന സമയത്ത് എക്ക് നമ്മൾ 4 ഇട്ട് കൊടുത്തു, ബിക്ക് 1 ഇട്ട് കൊടുത്തു അല്ലെ. പ്ലസ് √b/a എന്ന് പറയുമ്പോൾ 1/4 വരും. സോ 4/1 4. √4ന്റെ ആൻസർ എന്താ വരിക? 2 പ്ലസ് 1/4ന്റെ റൂട്ട് കൊടുക്കുമ്പോൾ 1/2 കിട്ടും. ദാറ്റ് ഈസ് 2 + 1/2. ഒന്നെങ്കിൽ നമുക്ക് ഷോർട്ട് ആയിട്ട് 2.5 എന്ന് എഴുതാം, അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 2 × 2 4 പ്ലസ് 1 × 1 1 ഡിവൈഡഡ് ബൈ 1 × 2 2 അല്ലെ. ആൻസർ 5/2. 5/2 ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന 2.5 തന്നെയാണല്ലോ. സോ അത് എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ആൻസർ കിട്ടും. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. അതോടെ കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 30 വരുന്നത്. ഓക്കെ. കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ക്വസ്റ്റ്യൻ കണ്ടാലേ കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. വേറൊരു പാറ്റേൺ യൂസ് ചെയ്യാട്ടോ. ഈക്വൽ ടു വരുമ്പോൾ കെ എന്നിട്ടിട്ട് x = k ടേംസിലോട്ട് മാറ്റുക, y = k ടേംസിലോട്ട് മാറ്റുക, z-നെയും k ടേംസിലോട്ട് മാറ്റിയിട്ട് താഴെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. പക്ഷെ നമുക്ക് കുറച്ചുകൂടി എളുപ്പം തോന്നുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്തൊരു പാറ്റേൺ എന്ന് പറയുവാണെങ്കിൽ, ഓക്കെ, ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. എക്ക് എയുടെ താഴെയുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക, ബിക്ക് ബിയുടെ താഴെയുള്ള വാല്യൂ, സിക്ക് സിയുടെ താഴെയുള്ള വാല്യൂ അതെടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും അല്ലെ. സോ സെയിം പാറ്റേൺ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. അപ്പൊ എക്സിന് നമ്മൾ എന്ത് വാല്യൂ ഇട്ട് കൊടുക്കും? b+c - c എന്നിട്ട് കൊടുക്കും അല്ലെ. വൈക്കോ c+a - b എന്നിട്ട് കൊടുക്കും അല്ലെ. സെഡിനോ a+b - c. ആ സംഗതിക്ക് അതിന്റെ താഴെ, വിച്ച് മീൻസ് അതൊരു റേഷ്യോ അല്ലെ. ഡിവൈഡഡ് എന്ന് പറയുന്നത് റേഷ്യോ അല്ലേ, അതിട്ട് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ എന്ത് എഴുതും? ശ്രദ്ധിച്ചോണേ. എന്നോട് കാണാൻ പറഞ്ഞത് ഇതാണ്. അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് താഴോട്ട് എടുത്ത് എഴുതുവാണ് കേട്ടോ. എന്നോട് കാണാൻ പറഞ്ഞത് b - c × x പ്ലസ് c - a × y പ്ലസ് a - b × z. അതിന്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. b - c × x-ന് ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. b+c - a പ്ലസ് c - a × y. yക്ക് c+a - b, c+a - b ഓക്കെ, പ്ലസ് a - b × z-ന് അതിന്റെ താഴെയുള്ള വാല്യൂ a+b - c. ഓക്കെ ആണല്ലോ. ഇത്രയും പണികൾ നമ്മൾ ചെയ്യണം. ഓക്കെ. ഇനി എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ b × b b² എന്ന് കിട്ടും, b × c പ്ലസ് bc എന്ന് കിട്ടും, b × -a - ab അല്ലെങ്കിൽ -ba. ഓക്കെ ആണല്ലോ. കഴിഞ്ഞോ? ഇല്ല. -c × b -bc, -c × c -c²
മൈനസ് ഇൻറ്റു മൈനസ് എ പ്ലസ് എ സി. അത് കഴിഞ്ഞു അല്ലേ? ഇനി അടുത്തത് ഓക്കെ, അടുത്തത് എന്താ വരിക? സി ഇൻറ്റു സി സി സ്ക്വയർ, സി ഇൻറ്റു എ പ്ലസ് എ സി, സി ഇൻറ്റു മൈനസ് ബി സി അല്ലേ? മൈനസ് എ ഇൻറ്റു സി മൈനസ് എ സി, മൈനസ് എ ഇൻറ്റു എ പ്ലസ് മൈനസ് എ സ്ക്വയർ അല്ലേ? മൈനസ് എ ഇൻറ്റു എ മൈനസ് എ സ്ക്വയർ, പിന്നെ മൈനസ് എ ഇൻറ്റു മൈനസ് ബി പ്ലസ് എ ബി. ലാസ്റ്റ് ഒരു ബ്രാക്കറ്റ് കൂടെ ഉണ്ട്. എ ഇൻറ്റു എ സ്ക്വയർ അല്ലെ? എ ഇൻറ്റു എ നമുക്ക് എ സ്ക്വയർ വരും. എ ഇൻറ്റു ബി പ്ലസ് എ ബി വരും. എ ഇൻറ്റു മൈനസ് സി മൈനസ് എ സി വരും. മൈനസ് ബി ഇൻറ്റു എ താഴോട്ട് എഴുതുവാണ് മൈനസ് ബി എന്ന് വരും. മൈനസ് ബി ഇൻറ്റു ബി മൈനസ് ബി സ്ക്വയർ എന്ന് വരും. മൈനസ് ബി ഇൻറ്റു മൈനസ് സി പ്ലസ് ബി സി എന്ന് വരും. ചെയ്യാൻ പറ്റുന്നത് സെയിം പാറ്റേൺസ് കണ്ടു കഴിഞ്ഞാൽ വെട്ടിക്കളയാം. ഇവിടെ ഒരു പ്ലസ് ബി സ്ക്വയർ ഉണ്ട്, അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു മൈനസ് ബി സ്ക്വയർ വെട്ടിപ്പോയി. ഒരു പ്ലസ് ബി സി ഉണ്ട്, മൈനസ് ബി സി ഉണ്ട്. മൈനസ് എ ബി ഉണ്ട്, പ്ലസ് എ ബി ഉണ്ട്. മൈനസ് സി സ്ക്വയർ ഉണ്ട്, പ്ലസ് സി സ്ക്വയർ ഉണ്ട്. പ്ലസ് എ സി ഉണ്ട്, മൈനസ് എ സി ഉണ്ട്. ഓക്കെ, പ്ലസ് എ സി ഉണ്ട്, മൈനസ് എ സി ഉണ്ട്. മൈനസ് ബി സി പ്ലസ് ബി സി മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ ബി മൈനസ് എ ബി. എല്ലാവരും വെട്ടിപ്പോയ ഫൈനൽ ആൻസർ ഈസ് 0. ഇത്രയാണ്. സോ ഇതാണ് അതിന്റെ കേസ് വരുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് മനസ്സിലാക്കി എടുക്കുക. ഇതാണ് അതിന്റെ കേസ് വരുന്നത്. ഓപ്ഷൻ ബി വരും. ഡയറക്റ്റ് ചെയ്താൽ മതി അല്ലെ? ബ്രാക്കറ്റ് കുറച്ച് വലുതായത് കൊണ്ട് കുറച്ച് സമയമെടുക്കും. ഇത്രയാണ് ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ എക്സസൈസ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലെ വീഡിയോ നോക്കിയാൽ മതി. എക്സസൈസ് ബി. സോ ഫസ്റ്റ് ചെയ്യാൻ പറ്റും. എക്സസൈസ് ചെയ്യാൻ എക്സസൈസ് ബി കംപ്ലീറ്റ് ഈസി ആണെന്ന് വിചാരിക്കുന്നത്. സോ ഓക്കെ, ബൈ.